കൊച്ചി മെട്രോയുടെ പേരിൽ അവകാശവാദം ഉന്നയിക്കുന്നവർ, അതുപോലെ LNG ഗ്യാസ് പൈപ്പ് ലൈനിന്റെ കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നവർ, അതുപോലെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ പേരിൽ ഞാൻ ചോദിക്കട്ടെ, 10 വർഷം നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലയളവിൽ ഏതെങ്കിലും ഒരു വൻകിട വികസന സംരംഭം സംസ്ഥാനത്ത് ആരംഭിച്ച് പൂർത്തീകരിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറയണം. ഇപ്പൊ വികസനോന്മുഖ കേരളത്തെ വികസന മുരടിപ്പിന്റെ സംസ്ഥാനമാക്കി മാറ്റി തീർത്തു 10 വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെന്റ്. വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതി നേരത്തെ ഫൈസൽ ഇവിടെ സൂചിപ്പിച്ചു. ഒറ്റ ദിവസം സാന്റ മോണിക്ക എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഏജൻസി, കൺസൾട്ടിംഗ് ഏജൻസി എറണാകുളത്ത് റിക്രൂട്ട് ചെയ്ത് കാനഡയിലേക്ക് അയച്ചത് 7628 കുട്ടികളെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർത്തു തരിപ്പണമാക്കി. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയിട്ടുള്ള പഠനത്തിൽ പറയുന്നു, ഈ സ്ഥിതി കേരളത്തിൽ തുടർന്നാൽ 2030 കഴിയുമ്പോൾ കേരളം ഒരു വയോജന സംസ്ഥാനമായി, ഓൾഡ് ഏജ് സ്റ്റേറ്റായി, വൃദ്ധ സംസ്ഥാനമായി കേരളം മാറും. 10 വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭരണ നേട്ടം. ആരോഗ്യമേഖല ഞാൻ വിശദീകരിക്കുന്നില്ല. വെന്റിലേറ്റർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയും, വെന്റിലേറ്ററിൽ നിന്ന് മോർച്ചറിയിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യമേഖല. വ്യാവസായിക രംഗത്ത്, സാമൂഹിക രംഗത്ത്, സമസ്ത മേഖലയിലും തകർച്ചയുടെ കണക്കുകൾ മാത്രം പറയാൻ കഴിയുന്ന 10 വർഷക്കാലത്തെ ഈ ജനവിരുദ്ധ ഭരണത്തിന് അറുതി വരുത്തി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിനാണ് UDF നേതൃത്വം കൊടുക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, 3 മിഷൻ 2.5 വർഷം മുമ്പ് എറണാകുളത്ത് ചാക്കോളാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചു, മിഷൻ 24, 25, 26. 2024 രാഷ്ട്രീയ ദൗത്യമനുസരിച്ച് 20 ലോക്സഭാ സീറ്റുകളിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ സീറ്റുകളിൽ 18 സീറ്റിലും വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ചു. 2024 രാഷ്ട്രീയ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു. 2025 2 മാസം മുമ്പ് നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, സമീപകാലത്ത് ഏറ്റവും മികവാർന്ന വിജയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ചത് 2010. ഞങ്ങൾ പ്രഖ്യാപിച്ചു, 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ തിളക്കമാർന്ന വിജയം 2015, 2025 കരഗതമാക്കും. അഭിമാനകരമായ, വിസ്മയകരമായ മുന്നേറ്റത്തിലൂടെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി തിളങ്ങുന്ന വിജയം കൈവരിച്ചു. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇനി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ചു, UDF 100ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ അധികാരത്തിൽ വരും. ഞങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു, പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ജാഥയ്ക്ക് കാസർഗോഡ് മുതൽ ഈ വർക്കല വരെയുള്ള പ്രദേശങ്ങളിൽ ഒഴുകിയെത്തിയ സഹസ്രാബ്ദക്കണക്കിന് ജനങ്ങളുടെ പിൻബലത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിക്കുന്നു, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110ൽ കുറയാത്ത സീറ്റ് വാങ്ങി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, UDFന്റെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരും. ആ ചരിത്രപരമായ രാഷ്ട്രീയ ദൗത്യം, ആ ദൗത്യം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കാൻ മുഴുവൻ മുന്നണി പ്രവർത്തകരും ഒരു മനസ്സോടുകൂടി തയ്യാറാകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ആ ജനമുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ, ആ ജനമുന്നേറ്റത്തെ അതിജീവിക്കാനാണ് ബോധപൂർവമായി പിണറായി വിജയൻ അവസാനത്തെ ആയുധമായിട്ടുള്ള വജ്രായുധം, വർഗീയതയുടെ വജ്രായുധം ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജനവിധി അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്നു.